ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെനീസ് ടൂർ ഓഫ് പ്രാഗ് എന്നാണ് ഈ ബോട്ട് ട്രിപ്പിനെ പറ്റിയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ. താങ്ക് യു. അതെ, ബോട്ട് ട്രിപ്പ് എടുക്കാൻ പോകണം. ഇതാണ് ടിക്കറ്റ്. 10 മിനിറ്റിനുള്ള അവർ ലീവ് ചെയ്യും. ഇതിൻ്റെ അത് ഫ്രീ ഐസ്ക്രീമുണ്ട്, പിന്നെ ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്, ഫ്രീ ബിയറുണ്ട്. ഓ, തുറക്കണ വലിയ പാടാം. നല്ല ബ്യൂട്ടിഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഒരു ശില ഇതാണോ, മത്തങ്ങയൊക്കെ ഉണ്ടോ? അതെ അതെ, ഒരു പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പോവാണ് ബോട്ട് ട്രിപ്പ്. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട് ആണെന്ന് അവൻ പറഞ്ഞേ. അതിലേത് ബോട്ടാണെന്ന് അറിയത്തില്ല. ചാൾസ് ബ്രിഡ്ജിൻ്റെ അണ്ടർഗ്രൗണ്ടാണിത്, ഈ സെറ്റപ്പ് കണ്ടോ. Hello, can I get your tickets, please? Yeah. Thank you. What can I have you for drink? We have beer, lemonade, water, coffee, tea, or hot wine. Beer, lemonade, hot Coffee, tea, or hot wine. For me, beer, hot wine. Hot wine. So take a seat in the first boat on front, please. Thank you. Thank you. ആദ്യം തന്നെ ബിയർ കൗണ്ടറാണ്. പിന്നെ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കോഫിയുടെ കൗണ്ടർ, അതിൻ്റെ അപ്പുറത്തേക്ക് വൈനിൻ്റെ കൗണ്ടർ. അങ്ങനെ നമുക്ക് കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവരിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇവർ സെർവ് ചെയ്യും. അത് ഓരോ സീസണിലായിട്ടാണ് തരിക കേട്ടോ. എല്ലാം ഒറ്റയടിക്ക് തരില്ല. ഇപ്പം തണുപ്പ് കാലമായതുകൊണ്ട് അവർ ഓഫർ ചെയ്യുന്ന ബിയറും ഹോട്ട് വൈനുമാണ്. അല്ലാത്ത സമയത്ത് ചൂട് കാലത്താകുമ്പോൾ അവർ ഐസ്ക്രീം തരും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരും. സംഭവം അടിപൊളിയാണ്, നല്ല രസമുള്ള ബോട്ടാണ്. നമ്മൾ ബോട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഫ്രണ്ട് സീറ്റ് തന്നെ നമ്മൾ പിടിക്കാനുള്ള പരിപാടിയാണ്. 10 മിനിറ്റിനുള്ളിൽ ഇവർ ലീവ് ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രീഷ്മ കയറുവാണ്. നമ്മൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ പോകുന്നത്. വേറെ ഒരാളും ഫ്രണ്ടിലില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ക്യാമറ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കാൻ പോവാം. വേറെ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ്, ബോട്ടിൻ്റെ അകത്താവുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഗ്രീഷ്മ ഹോട്ട് വൈനാണ്, ഹോട്ട് വൈൻ കുടിക്കുകയാണ്. എനിക്കൊരു ബിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഇങ്ങനെ ബിയർ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ചിയേഴ്സ്. ബോഡി വിളിക്കാം. നമ്മൾ വരുമ്പോൾ നടന്നു പോകുന്നത് കണ്ടില്ലേ, ആ താടിക്കാരൻ തന്നെയാണ് നമ്മളുടെ കപ്പിത്താൻ. അപ്പോൾ പുള്ളി ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് കത്തിക്കാനുള്ള വിറകിടുകയാണ്. വിറകല്ല, അത് എന്തോ ഒരു പേസ്റ്റ് പോലത്തെ ഒരു സാധനമാണ് തടിയുടെ. അപ്പോൾ നേരെ അത് ഇഷ്ടിക പോലെ ആക്കിയിരിക്കാം. ഇഷ്ടിക പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പം നമുക്ക് ചൂടും കിട്ടും. അതുമാത്രമല്ല, ഈ ബോട്ട് സ്റ്റീം ബോട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ടാണ് വണ്ടി ഓടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ പേര് വോഡൂസ് എന്നാണ്. വോഡൂസ്, VODOUS. ഇതെങ്ങനെയാണ് ചെക്കിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവരുടെ കമ്പനിയുടെ പേരും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ എൻജിൻ പാർട്ട്, ബോട്ടിൻ്റെ എൻജിൻ പാർട്ട്. അപ്പോൾ ഇത് സ്റ്റീം കൺട്രോൾ ചെയ്യുന്നത്, അത് സ്റ്റിയറിങ്, പിന്നെ അപ്പുറത്ത് അതിൻ്റെ ഗിയർ കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ അത് അയാളുടെ തൊപ്പിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ വേണമെങ്കിൽ ടിപ്പിടാം. നമ്മളൊന്നും ഇടാൻ പോകുന്നിട്ട് എന്തായാലും. പിന്നെ ഇതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് വണ്ടിയുടെ സ്റ്റീം, തീ കത്തിക്കുന്നത്. അവിടെയാണ് തീ കത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചൂടും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ ഒരു ഇയർഫോൺ തരും. അപ്പോൾ ഇയർഫോണ് ഇവിടെ കണക്ട് ചെയ്യാനുള്ളൊരു പോർട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ റിവറിൽ കൂടെ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് 2 ഇയർഫോൺ, ഒന്ന് ഇതും 2 ഉണ്ട്. ഇത് കവറായിപ്പോയി 2, ഒന്ന് ലിങ്കിളിനും ഒന്ന് എനിക്കും. If you heard someone's question, ask me please. A nyní si prosím připravte sluchátka, začneme s audioprůvodcem. Now please prepare your earphones, we start with the audio guide. ഇവിടെ പെഡൽ ബോട്ടിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം കോവിഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു.
എന്താണെന്ന് അറിയില്ല, അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ടൂറെന്ന് പറഞ്ഞത് മൊത്തം 40 മിനിറ്റാണ്. അപ്പം 40 മിനിറ്റ് ഇവർ നമ്മളെ ഈ വൾതാവ റിവർ എന്നാണ് ഈ റിവറിന് പറയുന്നത്. അപ്പോൾ വൾതാവ റിവറിൻ്റെ അകത്തൂടെ ഇങ്ങനെ പാലസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പാലസിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇവർ കൊണ്ടുപോകും. അപ്പോൾ ആ കാണുന്നത് ഒരു ബ്രിഡ്ജാണ്. ഇതുപോലത്തെ ഒട്ടനവധി ബ്രിഡ്ജ് ഈ ഒരു സെയിം ലൈനിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 ബ്രിഡ്ജ് ഉണ്ടെന്ന് തോന്നുന്നു ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കത് പുറത്തുനിന്ന് കാണാം, നമ്മളവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതാണ്. പിന്നെ ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പല റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടതും വെള്ളത്തിൽ ഓടുന്നതും ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഈ നദിയിൽ കൂടെ ഓടുന്നുണ്ട്. അപ്പം നമുക്കും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് കൂട്ടനാടുണ്ട്. കൂട്ടനാട്ടിൽ നമ്മുടെ കെട്ടുവള്ളം ഓടുന്നുണ്ട്. പക്ഷേ കെട്ടുവള്ളം മാത്രമല്ലാതെ ഇതേപോലെ ഒരു 1 ഡേ റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഓടുകയാണെങ്കിൽ നമ്മളുടെ ടൂറിസത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. ഈ കാണുന്ന ഫോട്ടോ 1890 ഈ ബ്രിഡ്ജ് വളരെ കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് പൊളിഞ്ഞു പോയൊരു സംഭവമാണ്. ചാൾസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഏകദേശം 30ഓളം സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. അതുപോലെ വെച്ചിരിക്കുന്ന സ്റ്റാച്യൂസ് 30 എണ്ണം ഉണ്ട്. അപ്പം ഈ നദി എന്ന് പറയുന്നത് വൾതാവ റിവറാണ്, വൾതാവ നദിയാണ്. വൾതാവ നദി എന്ന് പറയുന്നത് പ്രാഗിലെ ഏറ്റവും വലിയ റിവറാണ്, ഏറ്റവും വലിയ റിവർ. പ്രാഗിലെ എന്നല്ല, ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ റിവറാണ്. അപ്പം ഈ നദി എപ്പോഴും കവിഞ്ഞ് ഒഴുകുന്ന ഒരു പ്രശ്നമുണ്ട്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഈ ബ്രിഡ്ജ് തകരാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇത് 1890 തകർന്ന് പോയതാണ് ഈ ഫോട്ടോ. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ബ്രിഡ്ജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഈ തടി വെച്ചിട്ട് ഇവരിങ്ങനെ ബാരിക്കേഡ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, വളരെ ഉപയോഗപ്രദമായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്നത് ഇത് നേരെ തൂണിൻ്റെ നേരെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ തൂണിൻ്റെയും അവിടെ ഇങ്ങനെ തടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തടിയിൽ വന്നിട്ട് ഈ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന തടികളും സാധനങ്ങളും ഒക്കെ ആ തടിയിൽ അവിടെ ജാമായി കിടക്കും. ബാക്കിയുള്ള സ്ഥലത്തൂടെ വെള്ളം പോവും. ആ തൂണുകൾക്കൊന്നും പറ്റില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. 1890 ഇത് പൊളിഞ്ഞു പോയതാണ്, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. അപ്പം അതിന് ശേഷമാണ് ഇവരിങ്ങനത്തെ ഒരു ഐഡിയ എടുത്തത്. അതിന് മുമ്പും ഇവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ്, അന്ന് ജൂഡിറ്റ് ബ്രിഡ്ജായിരുന്നു. ആ ജൂഡിറ്റ് ബ്രിഡ്ജ് പൊളിഞ്ഞ് തരിപ്പണമായതിനു ശേഷമാണ് ഇവർ ചാൾസ് ബ്രിഡ്ജ് പണിതത്. നമ്മളിപ്പോൾ ഈ പോകുന്നത് ഡെവിൾസ് കനാലിൽ കൂടെയാണ്. അപ്പം ഇവിടെ ഒരു പാലമുണ്ട് കണ്ടോ, ആ പാലം ക്രോസ് ചെയ്ത് പോകുന്നത് ഡെവിൾസ് കനാലാണ്. പ്രാഗിനെ സംബന്ധിച്ച് ഡെവിൾസ് കനാലിന് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം ലെസ്സർ ടൗണിനെ കമ്പ ഐലൻഡിൽ നിന്നും വേർതിരിപ്പിച്ചിരുന്ന ഒരു കനാലാണ് ഈ ഡെവിൾസ് കനാൽ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഡെവിൾസ് കനാലിൽ ഒരുപാട് വാട്ടർ മിൽസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം ഈ പാടത്തെല്ലാം ഇങ്ങനെ വെള്ളം തള്ളി വിടുന്ന, ചവിട്ടി വിടുന്ന ഒരു സംഭവമില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് സാധനം ഇതാ കണ്ടോ, ആ കാണുന്ന കണ്ടോ, അത് ലവേഴ്സ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് ആ ഏരിയ. അപ്പോൾ ലവേഴ്സ് ബ്രിഡ്ജിൽ അവർ അങ്ങനത്തെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരുപാട് വാട്ടർ മിൽസ് ഉണ്ടായിരുന്ന ഏരിയയാണ് ഈ ഡെവിൾസ് കനാൽ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ കൂടെയും ഇവർ കുറച്ച് സമയം ഇങ്ങനെ പോകും. ഇതൊരു ജില്ലയാണ് കേട്ടോ, പ്രാഗിലെ ഒരു ചെറിയ ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതിലിങ്ങനെ കിടക്കും, ഇതിലെ കൂടെ ഇങ്ങനെ കടന്ന് ഒരു റൗണ്ട്. ഇത് ഇവിടെ അടുത്ത് തന്നെയാണ് ജോൺ ലിനൻ വാൾ എന്ന് പറയുവേ. ജോൺ ലിനൻ വാൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് നശിച്ചു പോയിരുന്നു ഒരു സമയത്ത്, പ്രകൃതിക്ഷോഭത്തിൻ്റെ സമയത്ത്. അതവർ റീക്രിയേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഈ നദിയുടെ കരകളിലൊക്കെ നമുക്ക് കാണാം. അവരതൊക്കെ യൂട്ടിലൈസ് ചെയ്യുവാണ്. അപ്പോൾ എന്താ പറയുക, ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട്.
അപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ വേണം. അപ്പോൾ അവർ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ വരെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ട്, വലിയ പ്രകൃതി നശിപ്പിക്കുന്ന രീതിയിലല്ല, അല്ലാതെ ചെയ്തിട്ട് അവർ യൂസ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഇത് പ്രാഗ് ടൂറിൻ്റെ വേറൊരു ബോട്ടാണ്. ആ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുഡും കൂടി ഉണ്ട്, ഡൈനിങ്ങും കൂടിയുള്ള ബോട്ടാണ്. നദിയുടെ കരയിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്നിട്ട് പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഫുഡുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഡൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും ഇങ്ങനെ നമ്മളിങ്ങനെ ഈ പ്രാഗിൽ കൂടെ ചുറ്റിക്കും. അതുകൊണ്ട് പ്രാഗ് ബോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ സൈറ്റുണ്ട്, അവിടെ എടുത്താൽ മതി. ഇതിന് കുറച്ച് പൈസയേ ഉള്ളൂ, പക്ഷേ ഫുഡിന് എക്സ്ട്രാ പൈസയാവും കേട്ടോ. നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സംഭവമാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ വൺ ഡേ ഒരു ടൂറൊക്കെ അടിക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ, ഫുഡൊക്കെ കഴിച്ച് സെറ്റപ്പ് ആയിരിക്കും. ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് റുഡോൾഫ് ബ്രിഡ്ജ്. റുഡോൾഫ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പോകുമ്പോൾ ഈ സാധനം ഇങ്ങനെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ബ്രിഡ്ജാണ് സസ്പെൻഷൻ ബ്രിഡ്ജ്. പ്രാഗിലെ വോൾട്ടാവ റിവറിൽ കൂടെയുള്ള ബോട്ട് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ മെല്ലെ ആ കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അത്രയും സാധനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഫേസ്ബുക്കും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഇൻസ്റ്റഗ്രാമും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. പ്രാഗിലെ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാം ഉടനെ ഇടണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ വേഗം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Jsme na konci našeho výletu. Já vám děkuji za vaši návštěvu a za vaši pozornost. Sluchátka, pokud chcete, tak si můžete ponechat nebo odložit do košíku na schodech. A poprosím vás, neopouštějte loď, dokud nebude pevně uvázaná. We are on the end of the trip. Thank you for your visit and for your attention. That's it. If you wanna, you can keep it or give it into the basket on the stairs. And please wait inside into the boat to the time when the boat totally fixed. ബോട്ട് ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ്, അതായത് ഇവരുടെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ ഒരു ബാസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ ഇടാം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളൊന്നും കൊടുക്കുന്നൊന്നുമില്ല അല്ലേ? നമ്മൾ കൊടുക്കുന്നുള്ളൂ, നമ്മളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് അത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. അതെ, വലിയ സംഭവമൊന്നുമില്ല. ഹിസ്റ്ററി പറഞ്ഞത് ഓഡിയോ ആയിട്ടാണ്, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇടിച്ചു നിർത്തി, ബോട്ട് ഇടിച്ചു നിർത്തി. ബോട്ട് കെട്ടുന്നത് വരെ ഇതിൻ്റെ അകത്ത് ഇരിക്കണം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. യെസ്, കേട്ടോ. ബോട്ടൊക്കെ അവിടെ കിട്ടുന്നു. നമ്മുടെ കപ്പിത്താൻ കെട്ടി. Like, share, subscribe, Eurovlog.